ഹായ് ഫ്രണ്ട്സ്, കല്ലൂസ് സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ബിരിയാണിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരു വെറൈറ്റി ബിരിയാണിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് അരി 2 വെള്ളം കഴുകി 15 മിനിറ്റോളം കോരാൻ വയ്ക്കണം. അതിനിടാൻ വേണ്ടിയിട്ട് 5 തക്കാളി, 1 സവാള നേരെ കീറിയത്, 2 പച്ചമുളക്, പിന്നെ പട്ടകളെല്ലാം എടുത്തിട്ടുണ്ട്. ഗരം മസാല എല്ലാ പട്ടകളും എടുത്തിട്ടുണ്ട്. തക്കാളി നെടുവിനെ 4 സൈഡും കീറി കൊടുക്കുക. ഇത് അവിക്കാൻ വയ്ക്കാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിൻ്റെ മൂട് നമുക്ക് അരിഞ്ഞ് കളയാം, അതിൻ്റെ ആവശ്യമില്ല. ഇത് നമുക്കിനി ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അത് വെന്ത് കിട്ടും. അത് വേവിക്കുന്നത് അതിൻ്റെ തൊലി കളയാൻ വേണ്ടിയാണ്. അതിൻ്റെ പുറം തൊലി കളയാൻ എളുപ്പമാണ് വേവിച്ചെടുക്കുമ്പോൾ, അതിന് വേണ്ടിയാണ്. വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് അരി നമ്മൾ കോരായിടുന്നു. ഇനി 10 മിനിറ്റ് കഴിഞ്ഞ് അരി തോരാൻ വയ്ക്കാം. തക്കാളി വെന്ത് കിട്ടിയിട്ടുണ്ട്. തക്കാളിയുടെ പുറം തോല് നമുക്കിങ്ങനെ കളയാം. ഇനി നമ്മൾ കുറച്ച് തേങ്ങ തിരികെ, 1 കപ്പ് തേങ്ങ തിരികെ എടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് തേങ്ങാപ്പാൽ എടുക്കാൻ വേണ്ടി അരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ അരി തോരാൻ വെച്ചു. തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലിട്ട് നല്ലപോലെ. കുക്കർ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമ്മൾ കുക്കിംഗ് ഓയിൽ 2 ടീസ്പൂൺ അത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തീ കുറവാണ്, തീ ലേശം കൂട്ടി വയ്ക്കാം. നമ്മൾ തേങ്ങാപ്പാൽ അടിച്ച് 1/2 കപ്പ് എടുത്ത് വച്ചിട്ടുണ്ട്. ഗ്ലാസിൻ്റെ 1/2 ഗ്ലാസ് എടുത്ത് വച്ചിട്ടുണ്ട്. അങ്ങനെ എണ്ണ ചൂടായി വരുന്നു. അതിലോട്ട് നമുക്കിനി മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട്. എല്ലാ മസാലയും കൂടി അതിൽ എല്ലാ പട്ടകളും കൂടി ഇതിൽ എണ്ണയിൽ കിടക്കുന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. അതിലോട്ട് നമുക്കിനി സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നമുക്കിനി ചെറിയ രീതിക്കൊന്ന് വശക്കിയെടുക്കാം. നല്ലപോലെ വശക്കണ്ട, ചെറിയ രീതിക്കൊന്ന് വശക്കിയാൽ മതി. ചെറുതായിട്ടൊന്ന് വശക്കിയിട്ട് അതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നേരത്തെ വേണമെങ്കിലും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടി ചേർത്തെടുക്കാം. കല്യാണി വന്ന് അന്വേഷിച്ചിട്ട് പോവുകയാണ്, റെഡിയായോ എന്നറിയാൻ. എൻ്റെ മണം കാരണം കല്യാണി ഓടി വന്നതാണ്. അതിലോട്ട് 1/4 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനിയിലോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്കും നല്ല മണം വരുന്നുണ്ട്. ഇനി ആ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമ്മൾ തോരാൻ വച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. ഇന്ന് കല്യാണിക്കും കേശുവിനൊക്കെ വിശപ്പൊക്കെ നേരത്തെയാണ്. അവരിങ്ങനെ ഓടിയോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പിള്ളേർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫുഡാണ്. അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാനും നമുക്ക് ചെയ്യാനും എളുപ്പമാണ്. അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ സാലഡും കൂടി ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് അവർ കഴിക്കുകയും ചെയ്യും. ഇതിലോട്ട് തോരാൻ വച്ചിരിക്കുന്ന അരി നമ്മൾ 10 മിനിറ്റ് കോർത്തതിന് ശേഷം ഇതിനെ വാരി തോരാൻ വേണ്ടി വച്ചിരുന്നു. ആ അരി ഇട്ട് കൊടുക്കുക. നല്ലപോലെ ഇതിലോട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം നിൽക്കരുത്. നല്ലപോലെ വരട്ടിയെടുത്ത് നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തിട്ട്
നല്ല ഒരു തരം ഫുഡാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ റൈസ്. ഇതിലോട്ട് നമ്മളിനി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ അര ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ആവശ്യം. അപ്പോൾ നമ്മൾ അര ഗ്ലാസോളം തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല കട്ടി തേങ്ങാപ്പാലാണ്. ഇനി നമ്മൾ 5 തക്കാളി അരിഞ്ഞ് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്, അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത് 1.5 കപ്പ് ആകും. ഇനി എല്ലാം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ല പോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമ്മളിനി ഇതിലോട്ട് ഇതുവരെ ഉപ്പിട്ട് കൊടുത്തില്ല. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് കുക്കർ അടച്ച് വയ്ക്കണം. അടച്ച് വെച്ച് ആദ്യത്തെ ഒരു വിസിൽ കേട്ടാൽ മതി. ആ ഒരു വിസിൽ നമ്മൾ എയർ കളയരുത്. നല്ല തീ കൂട്ടി വെച്ച് തന്നെ ആ ഒരു വിസിൽ കേൾക്കാം. എന്നിട്ട് എയർ കളയാതെ തന്നെയാണ് അതിൻ്റെ ഫുൾ ഇത് മാറിയതിന് ശേഷം നമ്മൾ കുക്കർ തുറന്ന് നോക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇതിലോട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. പുതിനയില ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ തുറന്ന് നോക്കിയിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. നല്ല പോലെ തന്നെ വരണ്ട് വന്നിട്ടുണ്ട്. നല്ല നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിക്ക് തന്നെ റൈസ് വന്നിട്ടുണ്ട്. ഒരു പ്ലേറ്റിലോട്ട് കോരി നോക്കാം. നല്ല മണവും വരുന്നുണ്ട്. നമുക്കിനി സാലഡോ നാരങ്ങയോ പപ്പടമോ ഒക്കെ വെച്ച് നല്ലപോലെ തന്നെ കഴിക്കാം. ഇതിലോട്ട് നമ്മൾ 2 ടീസ്പൂൺ ഓളം നെയ്യ് വീണ്ടും ഒഴിക്കുന്നുണ്ട്. അതിൽ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇതിലിട്ടൊന്ന് ചൂടാക്കിയാണ് ഇടുന്നത്. മുന്തിരി അല്ലാതെ തന്നെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, നമ്മൾ ചൂടാക്കുന്നില്ല. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്കിനി ചോറിലോട്ട് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പുറത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു.